ഒരു ദിവസം ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ബസ് യാത്രയിൽ കയറി സീറ്റിലിരുന്നപ്പോൾ തൊട്ടടുത്ത സീറ്റ് ഫ്രീ ആണ്, ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്ന് വേറൊരു സുന്ദരിയായ സ്ത്രീ കയറി. ആ സ്ത്രീയുടെ കയ്യിൽ കുറെ ലഗേജ് ഉണ്ട്, ബാഗ് ഉണ്ട്, എല്ലാ സാധനമുണ്ട്. അവര് വന്നിട്ട് ഈ മധ്യവയസ്കയായ സ്ത്രീയുടെ അടുത്തൊന്ന് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ബാഗെല്ലാം കൂടി ആ സ്ത്രീയിൽ തട്ടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചാരി ഇരുന്നപ്പോൾ വീണ്ടും ആ സ്ത്രീയെ തട്ടി. സ്ത്രീ ചൂടാവും എന്നിങ്ങനെ പേടിക്കുന്ന അവസ്ഥ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സിലേക്ക് കൈ എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വരിക്കുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് തട്ടി. അപ്പോഴൊന്നും ഈ മധ്യവയസ്കയായ സ്ത്രീ ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ കൂടെ ഇരുന്ന സുന്ദരിയായ സ്ത്രീക്ക് ഒരു ഡൗട്ട്, എന്ത് ഇവരൊന്നും മിണ്ടാത്ത ചൂടാവാത്ത, നമ്മളൊക്കെയാണ് അങ്ങനെയാണല്ലോ, ഇങ്ങനെ എന്തെങ്കിലും കണ്ട ഉടനെ ചൂടാവുമല്ലോ. അപ്പൊ ഉടനെ ചോദിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ദേഷ്യം തോന്നാത്ത എന്താണ്? ഞാനിങ്ങനെ അബദ്ധത്തിലാണ് സംഭവിച്ചത്, എന്നാലും നിങ്ങൾക്ക് എന്ത് ദേഷ്യം തോന്നാത്തത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ഒരു മറുപടി നിങ്ങളും ഞാനും ഒക്കെ ജീവിതത്തിൽ മുഴുവൻ മനസ്സിലാക്കേണ്ട ഒരു മറുപടിയാണ്. അവർ പറഞ്ഞത്, ഞാനും നിങ്ങളും തമ്മിലുള്ള, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള യാത്ര വളരെ ഷോർട്ടാണ്. കാര്യം തൊട്ടടുത്ത സ്റ്റേഷനിൽ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. അതിനിടയിൽ നമുക്കിടയിൽ ഒരു വഴക്കിനോ ആർഗ്യുമെന്റിനോ യാതൊരു സ്കോപ്പും ഇല്ല. അത് സത്യത്തിൽ ജീവിതത്തിൽ ഓർത്ത് നോക്കുക. അവരുടെ ബസ് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയാണ്. നമ്മൾ ഈ പറഞ്ഞ 60, 70, 80 വർഷം ജീവിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ചുരുങ്ങിയ കാലഘട്ടമാണ്. ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ പലരും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന 5 വർഷം 10 വർഷം പഠിക്കുന്ന കാലത്ത് ഒരു പ്രത്യേക ടീം ഉണ്ടാകും, ജോലി ചെയ്യുന്ന കാലത്ത് ഒരു പ്രത്യേക ടീം ഉണ്ടാകും. അങ്ങനെ കുറഞ്ഞ കാലത്താണ് നമ്മൾ പരസ്പരം യാത്ര ഒരുമിച്ച് പോകുന്നത്. അതിനിടയിൽ അടിപിടി കൂടുന്നതിന് പകരം പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ സന്ദേശം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.